പ്രവാസത്തെക്കുറിച്ചും ഗൾഫിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്തു ചുരുക്കിയാണെങ്കിലും. പക്ഷേ ഗൾഫിലേക്ക് പ്രവാസ ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ, പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട് ഈവൻ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളിൽ കൂടി, സോ എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർട്ടിങ് നടക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഒരു വ്യക്തി അവർക്ക് ഇവിടെ ഗൾഫിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ചില വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. സോ ഇങ്ങനെ ഗൾഫുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത, എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാരാണ് പലരും. ഈവൻ ഫ്രം ഫാമിലി അങ്ങനെ ഗൾഫിൽ ആരും ഇല്ലാത്ത ആൾക്കാരുമുണ്ട്. സോ മനസ്സിലാക്കാനുള്ളത്, ഗൾഫിലേക്ക് ഈ രീതിയിൽ കേരളത്തിൽ നിന്ന് ഈവൻ ഇന്ത്യയിൽ നിന്ന് കുടിയേറാൻ തുടങ്ങിയത് പല രീതിയിലാണ്, പല ഫേസിൽ കൂടിയാണ്. സോ ആദ്യത്തെ ഫേസ് എന്നുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ നടക്കുന്നതിന് മുമ്പായിട്ടാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, ട്രേഡുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു അന്ന് മലയാളികൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നത്. ഗൾഫ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ഗൾഫുണ്ട്. ഒന്ന് അറേബ്യൻ ഗൾഫും മറ്റത് പേർഷ്യൻ ഗൾഫും. സോ ഇറാൻ അടങ്ങുന്ന പേർഷ്യൻ ഗൾഫും അറബ് കൺട്രീസ് അടങ്ങുന്ന GCC അടങ്ങുന്ന അറേബ്യൻ ഗൾഫും. സോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അറേബ്യൻ ഗൾഫിനെ കുറിച്ചാണ്. കാരണം ഇറാനിയൻ റെവല്യൂഷൻ നടന്നിരുന്നു 1970s. അതിനുശേഷം പേർഷ്യൻ ഗൾഫ് എന്നുള്ളത് മലയാളികൾക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളിൽ അത്രത്തോളം ലാഭം ലഭിക്കാത്തത് കൊണ്ട് തന്നെ പേർഷ്യയിലേക്ക് പോവുക എന്നുള്ളത് ഒരു ഓൾഡ് സ്റ്റൈൽ ആണ്. പക്ഷേ ഇന്ന് നടക്കുന്നത് അറേബ്യൻ രീതിയിലുള്ള ഗൾഫിലേക്കുള്ള കുടിയേറ്റമാണ്. സോ അതിനുശേഷം ആദ്യത്തെ ഫേസ് ഫോർ ട്രേഡ്, രണ്ടാമത്തെ ഫേസ് എന്നുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ആ രീതിയിലുള്ള ബിസിനസ്സും ജോബും കാര്യങ്ങളുമൊക്കെയായി മലയാളികൾ വലിയ തോതിൽ തന്നെ കുടിയേറിയിരുന്നു. അതിനുശേഷം ഗൾഫ് ലൈഫ് എന്നുള്ളത് ഔട്ട് ഓഫ് മാർക്കറ്റായിരുന്നു. കാരണം ഗൾഫുകാരന് പെണ്ണ് കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഗൾഫ് ലൈഫിന് കാര്യമായിട്ട് ഡിമാൻഡില്ലായിരുന്നു ഈയിടെ വരെ. സോ അന്ന് കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അങ്ങനെ വെസ്റ്റേൺ കൺട്രീസിൽ, അല്ലെങ്കിൽ ഫാർ ഈസ്റ്റ്, ജപ്പാൻ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ, അങ്ങനെ ഡിഫറെൻ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ട്രെൻഡും ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ട്രെൻഡ് മാറിയിരിക്കുന്നു. കാരണം നമുക്കറിയാം ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ്, അതോടൊപ്പം മാറി വന്ന ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസൊക്കെ വീണ്ടും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ബാക്കിയുള്ള വെസ്റ്റേൺ കൺട്രീസിൽ, പ്രത്യേകിച്ച് ഉക്രൈൻ റഷ്യൻ കോൺഫ്ലിക്റ്റിന് ശേഷം അന്ന് ഉണ്ടായിരുന്ന അത്രത്തോളം സാമ്പത്തിക ഒരു സ്ഥിരതയോ അല്ലെങ്കിൽ ലാഭമോ ലഭിക്കുന്നില്ല എന്ന അവസ്ഥയൊക്കെ വെച്ചിട്ട്, പ്രത്യേകിച്ച് കാനഡ പോലുള്ള രാജ്യങ്ങൾ ട്രംപിന് ശേഷം താരിഫ് വാറുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആകെ കുളമായിരിക്കുന്ന അവസ്ഥയാണ്. സോ വീണ്ടും ഗൾഫ് ഈസ് ഇൻ ദ പിക്ചർ. ഓക്കെ, സോ അങ്ങനെ ഗൾഫിലേക്ക് വരാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ചെറിയ തോതിൽ ഒന്ന് ബിൽഡപ്പ് ചെയ്തത്. സോ വീണ്ടും കൂട്ടുകാർ ഗൾഫിലേക്ക് വരാനുള്ള താല്പര്യം കാണിച്ചു തുടങ്ങുന്നുണ്ട്. ട്രെൻഡ് വീണ്ടും തിരിച്ചു വരികയാണ്. പക്ഷേ പല മാറ്റങ്ങളുമുണ്ട്. ഇന്നത്തെ പുതിയ ഗൾഫിലേക്കുള്ള ആ ഒരു പ്രവാസ ജീവിതം ആരംഭിക്കുന്നത് അന്നത്തെ പോലെയല്ല, മറിച്ച് ഇത് എൻ്റയർലി ഡിഫറെൻറ്റ് വേ ആണ്. പുതിയ ജനറേഷനാണ്, അവരുടെ തിങ്കിങ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഗൾഫിലേക്ക് വരുമ്പോൾ, പ്രവാസം ജീവിതം ആരംഭിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. ഏതായിരുന്നാലും ചില ബേസിക് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗൾഫിലേക്ക് ഏതാവശ്യത്തിലേക്കാണെങ്കിലും വരുന്നതെങ്കിലും, അത് ബിസിനസ്സാകാം, ജോബാകാം, അല്ലെങ്കിൽ എന്തുമാകാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സോ പല രീതിയിൽ നമുക്ക് ഗൾഫിലേക്ക് വരാം. ഇന്ന് ഒരു റിപ്പോർട്ട് കണ്ടത്, ഗൾഫിലേക്ക് വരുന്നതിൽ ഏറ്റവും കൂടുതൽ കാശുള്ള, അല്ലെങ്കിൽ സമ്പന്നർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ദുബായ് ആണ് എന്നുള്ളതാണ്. സോ അവർക്ക് ലോങ് ടേം വിസ ലഭിക്കും, പെർമനൻറ്റ് റെസിഡൻസ് ലഭിക്കില്ല, മറിച്ച് ലോങ് ടേം വിസ, ഗോൾഡൻ വിസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ കാശ് കൊടുത്ത് വിസ വാങ്ങിച്ച് ദുബായിൽ ഏകദേശം പെർമനൻ്റ് എന്ന പോലെ ജീവിക്കുന്നൊരവസ്ഥയാണ്. അങ്ങനെ വരുന്ന പ്രവാസികളും കൂടി വരുന്നുണ്ട്. സോ ഇന്നത്തെ ഡിസ്കഷൻ അവരെ കുറിച്ചല്ല, മറിച്ച് സാധാരണക്കാരെ കുറിച്ചാണ്. സോ ഇവരുടെ പ്രത്യേകത, യങ്സ്റ്റേഴ്സാണ്, ആണായാലും പെണ്ണായാലും, അവർ
ജോബുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഗേൾസിൻ്റെ കാര്യമാണെങ്കിൽ അവർ ഗൾഫിലേക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരിക എന്നുള്ളത് റെയറാണ്. വരുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ, അവരുടെ പാരൻസ് ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെങ്കിൽ മാരേജിന് മുമ്പ് അവർ വരാറുണ്ട്. പക്ഷേ അത്ര വലിയ ഒരു രീതിയിൽ വൻതോതിലൊന്നുമില്ല. മറിച്ച് എഡ്യൂക്കേഷനൊക്കെ നേടി, ഡിഗ്രിയൊക്കെ നേടി, അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആകുന്ന സമയത്ത് കല്യാണം കഴിച്ച് പിന്നീട് കല്യാണത്തിന് ശേഷം ഗൾഫിലേക്ക് വന്ന് ഇവിടെ ജോബ് നേടുന്നതാണ് പൊതുവെയുള്ളൊരു ട്രെൻഡ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലാതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ പോയിന്റ് ചെയ്യാം. സോ ഗേൾസിൻ്റെ കാര്യം അങ്ങനെയാണ്. വീണ്ടും നമുക്ക് ഗേൾസിനെ പ്രവാസ ജീവിതത്തിലേക്കും ഗൾഫിലേക്കും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ബോയ്സിനെ കുറിച്ച് പറയാം. സോ ഇങ്ങനെ ഗൾഫിലേക്ക് വരുന്ന ബോയ്സ്, സോ പൊതുവെയുള്ളൊരു ട്രഡീഷണൽ രീതി എന്നുള്ളത് വിസിറ്റ് വിസ എടുത്ത് വരിക എന്നുള്ളതാണ് GCC കൺട്രീസിൽ. അങ്ങനെ 1, 2, 3 മാസം വിസിറ്റ് വിസയിൽ വന്ന് ജോലി തപ്പുന്ന രീതിയാണ്. ഈ ട്രഡീഷണൽ മെത്തേഡിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, വിസിറ്റ് വിസയിൽ വന്നാൽ നമുക്കറിയാം ഇവിടുത്തെ കറൻസി അത് UAE മുതൽ കുവൈറ്റ് വരെയുള്ള ഏത് GCC കൺട്രി എടുക്കുകയാണെങ്കിലും ഇന്ത്യൻ കറൻസിയേക്കാൾ വാല്യൂ കൂടുതലാണ്. സോ ഇന്ത്യൻ കറൻസി കൂടുതൽ കൊടുത്താൽ മാത്രമേ നമുക്ക് കുറച്ച് ദിർഹംസോ ദിനാറോ റിയാലോ ഒക്കെ കിട്ടും. സോ ചിലവ് കൂടുതലാണ്. സോ കൂടുതൽ കാശ് ചിലവാക്കി ഗൾഫിൽ വന്ന് സ്വന്തം കാശിൽ ടാക്സിക്കും മറ്റും കാശ് കൊടുത്ത് ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുക, ഫിസിക്കലായി പോവുക എന്നൊക്കെയുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ഫോർ എ പേഴ്സൺ, ഫോർ എ ബോയ് നോട്ട് ഫ്രം ദാറ്റ് ഫിനാൻഷ്യൽ. കാശ് കൂടുതൽ ഇല്ലാത്ത ഫാമിലിയിലുള്ള ആൺകുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അത്രയൊന്നും കാശ് കൊടുത്ത് നമുക്കിവിടെ വരാൻ പറ്റില്ല. വന്നിട്ട് തന്നെ ഇവിടുത്തെ ലൈഫ് എക്സ്പെൻസ് എന്നുള്ളത് ഭക്ഷണത്തിൻ്റെ, താമസത്തിൻ്റെ, താമസിക്കുന്ന രീതിയുടെ, ബെഡ് സ്പേസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ആ ഒരു ബെഡിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥ, വീട്ടിൽ രാജാവിനെ പോലെ ജീവിച്ച ഒരാൾ ഗൾഫിൽ വന്ന് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ആ ഒരു അവസ്ഥയൊക്കെ പഴയ കാലത്ത് പറ്റിയിരുന്നു. എൻ്റെ ജനറേഷൻ, അതിന് മുമ്പുള്ള ജനറേഷൻ, എൻ്റെ ജനറേഷൻ കഴിഞ്ഞുള്ള തൊട്ടടുത്തുള്ള ജനറേഷൻസിനൊക്കെ അതൊരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. യങ്സ്റ്റേഴ്സ് എന്നുള്ളത് വളരെ വലിയ എക്സ്പെക്റ്റേഷൻ വെക്കുന്ന ആൾക്കാരാണ്. അത്ര പെട്ടെന്നൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരല്ല. ഈവൻ ഈയിടെ വന്നൊരു സിറ്റുവേഷൻ എന്നുള്ളത്, എൻജിനീയറിങ്ങിൽ അഡ്മിഷൻ എടുത്തു, കമ്പ്യൂട്ടർ സയൻസിൽ. സബ്ജക്റ്റുമായി റിലേറ്റഡ് അല്ല, പക്ഷേ പറയുകയാണ്. സോ ഈ ഒരു കുട്ടിക്ക് ഫസ്റ്റ് സെമ്മിൽ 2 ബാക്ക് പേപ്പർ വന്നു. കുട്ടി വളരെ അഡമൻ്റാണ്, തീർച്ചയായിട്ടും ഞാൻ പാസ്സാകും. അങ്ങനെ റീവാലുവേഷന് കൊടുത്തു. ഫ്രണ്ട്സൊക്കെ പാസ്സായി, പക്ഷേ ഈ കുട്ടി ഫെയിലായിപ്പോയി. സോ പിന്നെ ഈ കുട്ടി ഡിപ്രഷനിലാണ്. ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇമോഷൻസ്. സോ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു. സർട്ടിഫിക്കറ്റ് കോളേജിൻ്റെ കയ്യിലാണ്. കോളേജാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല കാശ് കൊടുക്കാതെ. പാരൻസിനാണെങ്കിൽ 8 to 10 lakhs ഒക്കെ കൊടുത്ത് കുട്ടിയുടെ +2-ൻ്റെയും 10th-ൻ്റെയും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ളൊരവസ്ഥയിലുമല്ല. സോ പറഞ്ഞത് അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സാണ്. സോ ഈ രീതിയിലുള്ള കുട്ടികൾ, ബോയ്സ്, ഗൾഫിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടി ജോബ് സെർച്ച് ചെയ്ത്, അതും നമുക്കറിയാം 1, 2, 3 മാസം ലിമിറ്റഡായ വിസിറ്റിങ്ങിൽ വരുന്ന കൂട്ടുകാർ, ആ വിസിറ്റ് വിസ കഴിയുന്ന ആ സമയം അടുക്കും തോറും കൂടുതൽ ഡിപ്രഷനിലേക്കും പ്രഷറിലേക്ക് പോവുകയും ജോബ് ഏത് ലഭിച്ചാലും കയറുന്ന അവസ്ഥയിൽ വരികയും അവസാനം സൂപ്പർ മാർക്കറ്റിലും ഹോട്ടലിലുമൊക്കെ ജോബിൽ കയറേണ്ട അവസ്ഥയും വരുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ ഹാവിങ് ഡിഗ്രിയും ഗ്രാജുവേഷനൊക്കെ ഉള്ള കൂട്ടുകാർക്ക് പോലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും അത് ലഭിക്കും എന്നല്ല, മറിച്ച് അങ്ങനെയും സംഭവിക്കാറുണ്ട് നിർഭാഗ്യവശാൽ. സോ ഒരു ഓപ്ഷൻ എന്നുള്ളത് വിസിറ്റ് വഴി വരിക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. സോ വിസിറ്റ് വിസയിൽ വന്ന് ഇവിടെ ജോലി തപ്പുക എന്നുള്ളത് വളരെ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഒന്ന്, ഇവിടുത്തെ ലൈഫ് എക്സ്പെൻസാണ്, ലിവിങ് എക്സ്പെൻസാണ്. രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസാണ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ സ്ഥലത്തേക്ക് എത്താനുള്ള ടാക്സിയുടെ ഫെയർ. UAE-ലാണെങ്കിൽ നമുക്ക് മെട്രോ പിടിച്ചു പോകാം. പക്ഷേ ബാക്കിയുള്ള GCC കൺട്രീസിൽ ഇതുപോലെ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു മെട്രോ നെറ്റ്വർക്കോ അല്ലെങ്കിൽ
പബ്ലിക് ട്രാൻസ്പോർട്ടോ ഇല്ല. സോ ടാക്സി പിടിക്കേണ്ടതായിട്ട് വരും, അതിന് കാശ് ചിലവാക്കും. സോ ഇൻ്റർവ്യൂവിനൊരു സമയം പറഞ്ഞാൽ ആ സമയത്ത് എത്തണം. സോ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ പിടിച്ച് ലിഫ്റ്റൊക്കെ വാങ്ങിച്ച് എത്തുമ്പോൾ ഇൻ്റർവ്യൂയുടെ സമയമൊക്കെ കഴിയും. സോ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. സോ അതും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. സോ പറഞ്ഞു തന്നത് വിസിറ്റ് വിസയിൽ വന്ന് ജോബ് സെർച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ടാണ്. സോ അഡ്ജസ്റ്റ് ചെയ്ത് ജോലിയില്ലാതെ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ട അവസ്ഥയൊക്കെ വരും. സോ അതൊക്കെ മുൻകൂട്ടി കണ്ട് ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ എടുക്കുക. നാട്ടിലേക്ക് വിളിക്കാനുള്ള സൗകര്യം അന്നുണ്ടായിരുന്നില്ല, ഇന്ന് നമുക്കറിയാം വീഡിയോ കോളും മറ്റും ചെയ്യാൻ പറ്റും. സോ ഈ പ്രഷറിൽ വീട്ടിൽ സംസാരിക്കുമ്പോൾ, കരഞ്ഞ് സംസാരിക്കുമ്പോൾ പാരൻസ് അവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ പല കാര്യങ്ങളും വരും, അതും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത്, നിങ്ങൾ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗൾഫിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ലിങ്ക്ഡിൻ ഒരു പ്രൊഫൈലാണ്. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാം. ലൈറ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫോട്ടോ, പ്രൊഫഷണലായി നിങ്ങൾ നിന്നിട്ടുള്ള ഒരു ടൈയും കോട്ടും ഒരു ഫോമൽ ലുക്കപ്പുള്ളൊരു ഫോട്ടോ തീർച്ചയായിട്ടും എടുക്കാം. AI ജനറേറ്റഡ് ഫോട്ടോ എടുക്കാതിരിക്കുക, കാരണം അത് ആർട്ടിഫിഷ്യലാണ്, അത് തിരിച്ചറിയും. പ്രൊഫൈൽ ബിൽഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എഡ്യൂക്കേഷനും റെലവൻറ്റ് എക്സ്പീരിയൻസും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുക. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒഴിവാക്കുക, ഗ്രാമാറ്റിക്കലി കറക്റ്റായി എഴുതുക. AI ടൂൾസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ ചെയ്ത കാര്യങ്ങൾ മാത്രം എഴുതുക, അതോടൊപ്പം ചെയ്യാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. പിന്നീട് കണക്ഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ജോബിലേക്കാണോ കയറേണ്ടത് ആ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻസിലേക്ക് പോവുക. അങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുക. സോ എന്തെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ അത് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളായിരിക്കണം. നാലാമത്തെ കാര്യം എന്നുള്ളത് തീർച്ചയായിട്ടും റെഫറൻസസ് ആണ്. സോ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, നിങ്ങളുടെ സ്കില്ലിനെ കുറിച്ച്, നിങ്ങളുടെ കഴിവിനെ കുറിച്ച്, നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ള ആൾക്കാർ, അത് നിങ്ങളുടെ മാനേജറാകാം, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്ത അവരാകാം, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ സ്റ്റുഡൻസ് ആയിരിക്കാം, ആരായിരുന്നാലും അവർ നിങ്ങളെക്കുറിച്ച് എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജോബിനായാലും ബിസിനസ്സിനായാലും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ചെക്ക് ചെയ്യുകയും ഈ രീതിയിലുള്ള റെഫറൻസസ് തീർച്ചയായിട്ടും അവർ വായിക്കാനും സാധ്യതയുണ്ട്. സോ ലിങ്ക്ഡിൻ ഈസ് വൺ ഓഫ് ദ വൈറ്റൽ ടൂൾ. അങ്ങനെ ലിങ്ക്ഡിൻ വഴി നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തെടുക്കുക ബിഫോർ ഗോയിങ് ടു ഗൾഫ്. അതിനുശേഷം നൗക്രി, ടൈംസ് ജോബ്, മോൺസ്റ്റർ, അങ്ങനെ പല ഇൻഡീഡ്, ബെയ്ത്ത്, അങ്ങനെ പല പ്രൊഫൈൽസും ഷോക്കേസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ജോബ് ഹണ്ടിങ്ങിന് ഉപയോഗിക്കുക തീർച്ചയായിട്ടും. ഫോർ എ ഫ്രഷർ ദേ ആർ ബിഗ് ടൂൾസ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജോബിലേക്ക് എത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യും. ഇതൊരു കാര്യമാണ്. സോ നിങ്ങളുടെ പ്രൊഫൈൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അതോടൊപ്പം സർട്ടിഫിക്കേഷൻസ്, ഡിപ്ലോമ പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള അവസരം കണ്ടെത്തുക. സോ ഇങ്ങനെ കണ്ടെത്തുമ്പോൾ ഏത് കോഴ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ആ കോഴ്സ് നിങ്ങൾക്ക് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ്മെൻറ്റ് സർവീസ് നൽകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഗൾഫിലേക്ക്. സോ ഗൾഫിലേക്ക് ഇങ്ങനെ ഒരു ജോബ് ഇൻ്റർവ്യൂ സെറ്റാക്കി തരാൻ സാധ്യതയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവരോട് ചോദിക്കുക. സോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അങ്ങനെ ജോബ് ഇൻ്റർവ്യൂ നൽകാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങളങ്ങനെ ചോദിക്കുക വഴി അവരോട് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. സോ അങ്ങനെ അഡ്മിഷൻ നഷ്ടപ്പെടുമ്പോൾ അവരും അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരം ചിലപ്പോൾ സൃഷ്ടിച്ചേക്കാം. ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ നോട്ട് ഓൺലി യു, നിങ്ങൾ ശേഷമുള്ള ആൾക്കാർക്കും അത് വലിയൊരു ഉപകാരപ്രദമാകാം. സോ അങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ ഗൾഫുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രൊഫൈൽസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു രീതി എന്നുള്ളത്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ്, സോഫ്റ്റ്വെയർ പോലുള്ള ഫീൽഡാണെങ്കിൽ ഗൾഫുമായി ബന്ധപ്പെട്ടുള്ള ക്ലയൻസിൻ്റെ ജോബ്സ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാം. സോ ഇത് നിങ്ങളുടെ റെസ്യൂമെയിൽ വരിക വഴി നിങ്ങൾക്ക് ജോബ് ലഭിക്കാനുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. സോ ഇതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത മാർഗം എന്നുള്ളത്, ഗൾഫിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്, നിങ്ങളുടെ പാരൻസിൻ്റെ ഫ്രണ്ട്സ് വഴി ശ്രമിക്കുക എന്നുള്ളതാണ്. അവർക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ടുള്ള റെസ്യൂമെ ഫോർവേഡ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഏത് ഫീൽഡിലാണ് ജോബ് ആഗ്രഹിക്കുന്നത് അത് അവരോട് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ 2, 3, 4 കമ്പനികളിൽ HR വഴി എത്താൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക. അഗെയിൻ റെഫറൽ, ഈ രീതിയിൽ
ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട്സ് വഴി ഗൾഫിൽ ജോബ് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജോബ് തരുന്നവരും ആ രീതിയിലുള്ളൊരു മുതലാക്കൽ നടത്തും എന്നുള്ളതാണ്. സോ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരു കമ്പനി നടത്തുകയാണ് ദുബായിൽ. സോ എനിക്ക് ഒബ്വിയസ്ലി ആസ് ആൻ എംപ്ലോയർ എനിക്ക് എംപ്ലോയീസ് വേണം ജോലി ചെയ്യാൻ. സോ അതിന് ആൾക്കാരെ നോക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് മിനിമം സാലറിയിൽ മാക്സിമം വർക്ക് ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള സ്കിൽ എനിക്ക് വീണ്ടും അവർ കമ്പനിയിൽ വന്നാൽ പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അഗെയിൻ അവർക്ക് എഡ്യൂക്കേറ്റഡ് ആണ്, സ്മാർട്ടാണ്, അതോടൊപ്പം ലോയലാണ് എങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കുമെന്നുള്ളതാണ്, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ ഈ ലോയൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ ഡേഞ്ചറസ് ആണ്. സോ എങ്ങനെയാണ് ഈ ലോയാലിറ്റി ബിൽഡ് ചെയ്യുന്നത്? സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴി 2-3 ആൾക്കാർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ലോയാലിറ്റി എന്നോട് ഉണ്ടാകണം. സോ അവർ ഇവിടെ 1-2-3 വർഷം കഴിഞ്ഞ് ജോലി വിടുകയാണെങ്കിൽ എനിക്ക് പറയാം ഞാനാണ് നിനക്ക് ഓപ്പർച്യൂണിറ്റി തന്നത്, സോ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത്. സോ അങ്ങനെയുള്ളൊരു സോഫ്റ്റ് പവർ എനിക്ക് അവരുടെ മുമ്പിൽ ഉണ്ടാകും എന്ന ഒരു ബോധ്യത്തിലാണ് അവർക്ക് ഞാൻ ജോബ് കൊടുക്കുന്നത്. സോ കാര്യമായിട്ട് നിങ്ങൾക്ക് സാലറി നെഗോസിയേഷനും സാലറി കൂട്ടിത്തരാനും ഇൻക്രിമെൻറ്റിനുമൊക്കെ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സോ ആ ഒരു കാര്യവും പരമാവധി എംപ്ലോയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു കണക്ഷൻസ് വഴി ജോലി പെട്ടെന്ന് ലഭിച്ചേക്കാം, പക്ഷേ നല്ല സാലറിയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയോ ലഭിക്കാതിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ കാരണം. നേരെ മറിച്ച് ചുരുക്കം ചിലർ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. മിനിമം സാലറിയിൽ മാക്സിമം ലോയാലിറ്റി എക്സ്പെക്റ്റ് ചെയ്ത് മാക്സിമം സ്ക്വീസ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു അവസ്ഥയും നമുക്ക് മറക്കാതിരിക്കാം. സോ അതൊരു സൈഡ് എഫക്റ്റ് ആണ് ഇഫ് യു ആർ കമ്മിങ് ത്രൂ റെഫറൽസ് ആൻഡ് ഫ്രണ്ട്സ്. അതും ശ്രദ്ധിക്കുക. വേറൊരു രീതി എന്നുള്ളത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയാണ്. നേരത്തെ പറഞ്ഞ എല്ലാ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോംസും ഉപയോഗിക്കാം. നിങ്ങളുടെ വർക്ക് ഷോക്കേസ് ചെയ്യാം. റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ അവരുടെ വെബ്സൈറ്റിൽ പോയി പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. ഒബ്വിയസ്ലി അവരുടെ HR സ്ക്രീനിങ് പ്രോസസ്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ കടന്നു പോകും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളും ലഭിക്കും. ഇൻ്റർവ്യൂ വരെ ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. സോ ഗൾഫിലേക്ക് വരാതെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഗ്രേറ്റ് മെത്തേഡ്. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾ ഗൾഫിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ രീതി വളരെ കുറഞ്ഞ സാലറിയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും 1-2 വർഷത്തിന് ശേഷം ഫസ്റ്റ് വിസ റിന്യൂവലിന് മുമ്പായിട്ട് നെക്സ്റ്റ് ജോബിലേക്ക് കടക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക എന്നുള്ളതും നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ ഡിസ്കഷൻ വളരെ ബ്രീഫാണ്. ഒരേ ഒരു കാര്യമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഗൾഫിലേക്ക് ജോബുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇനീഷ്യൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, എന്തൊക്കെ ഗ്രൗണ്ട് വർക്ക് ചെയ്യണമെന്നുള്ളത് ഒബ്വിയസ്ലി ഈ ഒരു എപ്പിസോഡ് ചെയ്യുക വഴി നിങ്ങളുടെ കമൻസും നിങ്ങളുടെ വാല്യുബിൾ ഇൻപുട്സുമാണ് പ്രതീക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് കാണുന്നവർക്ക്, കമൻസ് വായിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്രദമാകും എന്നാണ് വിശ്വസിക്കുന്നത്. സോ കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് യു ക്യാൻ യൂസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.